ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മള് കാലത്ത് എണീറ്റ് 7 മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് എണീറ്റു. കാലത്തെ ഭക്ഷണം അവിടെ തന്നെ കഴിച്ചു. നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണം, ബ്രെഡും പിന്നെ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സാൻഡ്വിച്ച് ഉണ്ടാക്കി അതൊക്കെ എല്ലാം കഴിച്ചു. അവിടെ തന്നെ കിച്ചണും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അക്കോമഡേഷൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ഇന്നലെ രാത്രി 9 മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത്. അപ്പോ അതിന്റെ അക്കോമഡേഷൻ ഞാൻ വീഡിയോ ജസ്റ്റ് എടുത്തിട്ടുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. നല്ല അക്കോമഡേഷൻ ആയിരുന്നു, ഓഫർ പ്രൈസ് ആയിരുന്നു അല്ലേ? അതെ, അതായത് ഒരു $100 കുറച്ച് കിട്ടി നമുക്ക് ലാസ്റ്റ് മൊമെന്റില്. എന്തായാലും നല്ലതായിരുന്നു, നല്ല റിവ്യൂ ഉണ്ട്. അതായത് നമ്മളുടെ ഫിലിപ്പ് ഐലൻഡിലേക്ക് എൻ്റർ ആവുമ്പോൾ തന്നെയാണ് ഈ അക്കോമഡേഷൻ. എന്താണ് ഐലൻഡ് അക്കോമഡേഷൻ ഫിലിപ്പ് ഐലൻഡ്, അതാണ് ഇതിന്റെ പേര് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് ഇപ്പോ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു പേര് എഴുതി കാണിക്കാവേ, മാപ്പ് ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് വണ്ടി എടുക്കാം കേട്ടോ. അവിടെ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ കയറി നമ്മുടെ വണ്ടി. ഇതാണ് അക്കോമഡേഷൻ കേട്ടോ, ദ ഐലൻഡ് അക്കോമഡേഷൻ, ഫിലിപ്പ് ഐലൻഡ്, വിക്ടോറിയ, ഓസ്ട്രേലിയ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിപ്പ് ഐലൻഡിലേക്ക് കയറുമ്പോൾ തന്നെ ആ ബ്രിഡ്ജ് ഇറങ്ങി വരുമ്പോൾ തന്നെയാണ് ഈ അക്കോമഡേഷൻ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും അകത്തേക്ക് കയറാം, ഞാൻ അകത്തേക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ റൂം. നമ്മൾ ഓൾറെഡി വെക്കേറ്റ് ചെയ്തേ. ഇത് കണ്ടില്ലേ, നല്ല കിടുക്കാച്ച റൂമായിരുന്നു കേട്ടോ. ശരിക്കും റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയ അക്കോമഡേഷനെ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ അക്കോമഡേഷനിൽ നിന്ന് ഇറങ്ങി പെനക്കിൾസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്താണ്. അക്കോമഡേഷനിൽ നിന്ന് ഇറങ്ങി കുറച്ചൊന്ന് ഡ്രൈവ് ചെയ്തപ്പോൾ തന്നെ 1 മിനിറ്റ് കൂടെ ഡ്രൈവ് ചെയ്തില്ല. അതിന് മുന്നേ തന്നെ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ചോക്ലേറ്റ് ഫാക്ടറി. എന്നാൽ പിന്നെ പോകുന്ന വഴിയല്ലേ, ചോക്ലേറ്റ് ഫാക്ടറിയിലും കൂടി കയറിയിട്ട് നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാട്ടാ ചോക്ലേറ്റ് ഫാക്ടറി, ഫിലിപ്പ് ഐലൻഡിലുള്ളത്. നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡി ആവുന്നുണ്ട്. ബേബിക്ക് റെഡിയാ ഫോട്ടോ എടുക്കാൻ? ചോക്ലേറ്റ് ഫാക്ടറിയിൽ കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് $22 ആട്ടോ. പിന്നെ പിള്ളേർക്ക് $14 അങ്ങനെയാണ്. 4 വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആണ്. അപ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഓൺലൈനിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോണേ. ഫ്രണ്ട്സ്, ഇതിൻ്റെ അകത്തുള്ളത് കംപ്ലീറ്റ് ചോക്ലേറ്റ് ആട്ടോ. ഈ സ്റ്റോൺസ് എല്ലാം ചോക്ലേറ്റ് ആണ് കണ്ടോ. ഈ സ്റ്റോൺസ് എല്ലാം ചോക്ലേറ്റ് ആണ്. പിന്നെ വൈറ്റ് ചോക്ലേറ്റ്, ആ പെൻകിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചോക്ലേറ്റ്, 100% ചോക്ലേറ്റ് ആട്ടോ ഇതെല്ലാം. എക്സൈറ്റഡ് ആണോ അമ്മ? എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ്. രണ്ട് ടിക്കറ്റ് ചോക്ലേറ്റ്സ് അല്ലേ? എല്ലാം ചോക്ലേറ്റ്സ് ആണ്. നമുക്ക് ഇതാട്ടോ ടിക്കറ്റ്, ഇതെല്ലാം ചോക്ലേറ്റ് ആണ്, നമുക്ക് കഴിക്കാം. കൊക്കോ ട്രീസ് കണ്ട ലൂക്കാച്ച, റീഡ് ദാറ്റ്. I know. It's free to make chocolate. Tree to make chocolate? No. The cocos? They're grinded. Yeah. അപ്പോൾ ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തേക്കുവാട്ടോ. ഇതുണ്ടോ, ഇതാണ് കൊക്കോ, ഇങ്ങനെ സീഡ് എടുക്കുന്നു, ഇങ്ങനെ ഡ്രൈ ചെയ്യുന്നു. ഇതുണ്ടോ ഫ്രണ്ട്സ്, വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടി, ഡാർക്ക് അല്ല നോർമൽ ചോക്ലേറ്റും കൂടി ഉണ്ടാക്കിയേക്കണേ. വേൾഡ് മാപ്പ്. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഡേവിഡ് ദിസ് റെപ്ലിക്കേസ് എന്തോ 100% മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇതിന്റെ വലിപ്പം കണ്ടോ, അടുപ്പിച്ച് വെച്ചേക്കുക. കാണിച്ചു തരാട്ടോ, ഞാൻ പുറകോട്ട് ഇറങ്ങാം. ഫ്രണ്ട്സ് കണ്ടോ, ഇതെല്ലാം ചോക്ലേറ്റ് ആണേ. ഇവിടെ കാണുന്ന മിക്കവാറും എല്ലാ സാധനങ്ങളും ചോക്ലേറ്റാ.
ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബാർകോഡ് കിട്ടും കേട്ടോ. ഇത് വെച്ച് നമുക്ക് 10 ഗെയിം കളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ 10 എണ്ണം കളിച്ചു, നമുക്കൊന്നും കിട്ടിയില്ല. ഇതൊക്കെയാട്ടോ ഗെയിം. ബോള് ആ ഷാർക്കിന്റെ വായിലേക്ക് ഇടുക, അതുപോലെ തന്നെ എന്താ പറയാ, മേളിൽ നിന്ന് ബോൾ വരുമ്പോഴത്തേക്കും പെൻഗിൻസിന്റെ കൈ വെച്ച് ഇങ്ങനെ അടിച്ച് ഇപ്പുറത്തേക്ക് ഇടുക. ഇതുണ്ടല്ലേ. ഇത് 1 ടണ്ണ് ചോക്ലേറ്റ് ആണ്. ഒറ്റ 1 ടണ്ണ് ചോക്ലേറ്റ് ആട്ടോ ഇത്. ഒരു ബ്ലോക്ക് അതിന്റെ വെയിറ്റ് 1 ടണ്ണാണ്. അപ്പോൾ ഒരു ത്രാസിന്റെ അകത്ത് ഒരു സൈഡിൽ വെച്ചേക്കാണ്. അപ്പുറത്ത് ആൾക്കാർക്ക് എല്ലാവരും കയറാം. അപ്പോൾ ഒരു ഗ്രൂപ്പ് ആൾക്കാർ അതിൻ്റെ അകത്ത് കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ 1 ടണ്ണ് ചോക്ലേറ്റ് താഴ്ന്നു തന്നെ ഇരിക്കും. ഫ്രണ്ട്സ്, ഇതുണ്ടോ, നമ്മളവിടെ ബട്ടൺ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, വൈറ്റ് ചോക്ലേറ്റ്. നമ്മൾ ഏത് ബട്ടണാണ് പ്രസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പെൻഗ്വിൻ തിരിഞ്ഞ് ബാക്കിൽ ചെന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നെക്കിയ ചോക്ലേറ്റ് എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടും കേട്ടോ. നമുക്ക് താഴ്ത്തുനിന്ന് എടുക്കാവേ. ഫ്രണ്ട്സ് ഉണ്ടോ, ആൾക്കാർ ഇവിടെ ഡ്രോ ചെയ്യുന്ന ആ സ്റ്റിക്കുകൾ, ആ സംഭവം ഇവിടെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ താഴത്തേക്ക് കിട്ടും. അപ്പോൾ പിള്ളേർ മാത്രമല്ല വലിയ ആൾക്കാരെല്ലാവരും എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കാണിച്ചേ, അച്ഛൻ സ്റ്റിക്ക് കിട്ടിയാ? സൂപ്പർ. ഷോമി, അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയുടെ അകത്ത് നിന്ന് ഇറങ്ങി അടുത്ത ഷോപ്പിലേക്ക് എത്തി കേട്ടോ. ചോക്ലേറ്റ്സ് ഒക്കെ വിൽക്കുന്നൊരു ഷോപ്പ്. സൂപ്പർ. അപ്പം നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയപ്പോൾ നോക്കുമ്പോൾ പെലിക്കൻ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പെലിക്കൻ ഫീഡിങ്ങിന്റെ അത് കുറച്ചു നേരം നമ്മൾ നോക്കി എൻജോയ് ചെയ്തു. നല്ല വെയിലുണ്ട്. ഓക്കെ, അതിനുശേഷം 12:30, ഇപ്പോൾ 12:15, 12:30 നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ക്രൂയിസ്. അപ്പോൾ 1 മണിക്കൂറത്തെ ക്രൂയിസ് ആണ്. ഏതാണെന്നോ, കേപ്പ് ക്രൂയിസ്. അപ്പോൾ 1 hour ആണ്. അതിനൊരു ഫാമിലിക്ക് $125, പിന്നെ ഒരു അഡൽറ്റിന് $45. അപ്പോൾ കൺസെഷൻ 60, അമ്മച്ചിക്ക് 60+ ആയതുകൊണ്ട് $40 നമുക്ക് തന്നു കേട്ടോ. അമ്മച്ച ആദ്യമായിട്ടല്ലേ അമ്മ ക്രൂയിസിൽ? ആ ബോട്ടിലാട്ടോ നമ്മൾ പോകാൻ പോണത്.